ഇത് ഇരട്ടത്തപ്പാണ്, നല്ല ഒന്നാം തരം ഇരട്ടത്തപ്പാണ്. ഈ സാധനം ഉണ്ടല്ലോ നല്ല കിടിലൻ ഇരട്ടത്തപ്പാണ്. ഫെമിനിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നെറ്റിയിൽ ഒട്ടിച്ച് നടന്നിട്ട് ലവനെ തെറി വിളിച്ചിട്ട് നൈസായിട്ട് ഇറങ്ങി പോവുക. ഭയങ്കര ഫെമിനിസ്റ്റ്. തുല്യത എന്നൊക്കെ പറയുന്നത് കേട്ടോ, സ്ത്രീയും പുരുഷനും ഒരേ അവകാശം എന്നൊക്കെ പറയും. ഒരു ചുക്കുമില്ല. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു ഇന്റർവ്യൂ ആണ്. നിങ്ങൾക്കറിയായിരിക്കും, ഇത് ദിയാസനയാണ്. ദിയാസന ബിഗ് ബോസിലുണ്ടായിരുന്നു. ഫെമിനിസ്റ്റ് ആണ്, വലിയ രീതിയിൽ സംസാരിക്കുന്ന ആളാണ്, തുല്യതയ്ക്ക് വേണ്ടി വാദിക്കുന്ന ആളാണ്. അങ്ങനെ പലതരത്തിലെ കലാപരിപാടിയൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്ന ഒരാളാണ് ദിയാസന. ദിയാസന ഒരു ഇന്റർവ്യൂവിന് വരുന്നു. അപ്പം വന്ന ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്റർവ്യൂ ആണ്. അപ്പം ബിഗ് ബോസിനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, അത് കാണുന്നവർ കാണാത്തവർ അതൊക്കെ ആ വഴിക്ക് വിട്ടേക്കുക. പക്ഷേ എൻ്റെ വിഷയം ഇതൊന്നുമല്ല. ഫെമിനിസം പറയുന്നവർ, തുല്യതയ്ക്ക് വേണ്ടി വാദിക്കുന്നവർ, ഒരു മെയിൽ കാറ്റഗറിയിൽ പെടുന്ന ഒരു വ്യക്തിയെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ തെറി വിളിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നു. കേരളത്തിൽ ഒരു മനുഷ്യൻ ചോദിക്കുന്നില്ല, എന്താ കേരളത്തിലെ പുരുഷന്മാർ മെയിൽ എന്ന് പറയുന്ന വ്യക്തികളല്ലേ വല്ല ചപ്പ് ചവറയിൽ കിട്ടിയവരാണോ? അവർക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തൊരവസ്ഥ. അവരെ എന്തും പറയാം, എന്തും കാണിക്കാം, ഇറങ്ങിപ്പോവാം, ഒന്നും ആരും ചോദിക്കാനും പറയാനും ഇല്ല. ഇതേ സമയം നമ്മൾ ആലോചിച്ച് നോക്കും, കുറച്ച് നാളുകൾക്ക് മുമ്പ് ശ്രീനാഥ് ബാസി വീണ എന്ന് പറയുന്ന ആങ്കറിനോട് മോശമായ രീതിയിൽ സംസാരിച്ചു. അന്ന് അയാളെ സിനിമയിൽ നിന്ന് മാറ്റി വെക്കുന്നു, കേസ് വരുന്നു, വലിയ രീതിയിൽ വിചാരണ ചെയ്യുന്നു, വലിയ രീതിയിൽ ചർച്ചകൾ വരുന്നു. സൊസൈറ്റി ഒന്നടങ്കം നിന്നല്ലോ, സ്ത്രീയും പുരുഷനും എല്ലാവരും ഒന്നടങ്കം നിന്ന് ശ്രീനാഥ് ബാസിയെ വിമർശിച്ചാണ്. പക്ഷേ ഇവിടെ ഈ ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന തുല്യതയ്ക്ക് വേണ്ടി വാദിക്കുന്ന, സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു വ്യക്തി വന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ മെയിൽ കാറ്റഗറിയിൽ പെടുന്ന ഒരാളെ പബ്ലിക്കായിട്ട് തെറി വിളിക്കും. തിരിച്ച് അയാളെ വിളിച്ചായിരുന്നെങ്കിൽ എല്ലാവരും കൊണ്ടൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ അകത്താം. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ തുല്യതയ്ക്ക് വേണ്ടി വാദിക്കുന്നവർ തന്നെയാണ് ഇമാതിരി കലാപരിപാടി കാണിക്കുന്നത്. ഈ ദിയാസനെ പറ്റി പറയുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ ദിയാസനയും ഏതോ ഒരു അറക്കലും പിന്നെ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റും കൂടെ ഒരു യൂട്യൂബറിനെ ഓഫീസിൽ കയറി തല്ലിയൊരു കേസുണ്ടായിരുന്നു 2 വർഷം മുമ്പാണ്. അന്ന് ആ യൂട്യൂബർ വളരെ മോശമായ രീതിയിൽ സ്ത്രീകളെയൊക്കെ അപമാനിക്കുന്ന രീതിയിൽ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. അയാൾ ചെയ്തത് തെറ്റാണ്. പക്ഷേ ഇവർ വീട്ടിൽ കയറി ആക്രമിക്കും. എന്നിട്ട് ദിയാസന പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട്, ആ ജസ്റ്റ് വാക്ക് ഞാൻ ആഡ് ചെയ്യാം. കേരളത്തിലെ ഫെമിനിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് ഫെമിനിസം എന്ന് പറയുന്ന ഡെഫിനിഷൻ പോലും അറിയാതെ സ്ത്രീകൾ മാത്രമാണ് ഫെമിനിസ്റ്റുകൾ എന്നുള്ള രീതി മാത്രം മനസ്സിൽ വെച്ചിട്ട് എന്ത് തോന്നിയവാസമാണ് വിളിച്ചു പോയിരിക്കുന്നത്. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ സ്ത്രീകളെ മോശമായ രീതിയിൽ സംസാരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ കയറി കരിയോല് ഒഴിച്ചു, അതുകൊണ്ട് ഞങ്ങൾ കയറി തല്ലി എന്നൊക്കെ പറഞ്ഞ അതേ ദിയാസന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് മെയിൽ കാറ്റഗറിയിൽ പെടുന്ന ഒരു വ്യക്തിയെ തെറി വിളിക്കുന്നു. അത് കൊള്ളാമല്ലോ കലാപരിപാടി. കേരളത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ തുല്യതയ്ക്ക് വേണ്ടി വാദിക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ എവിടെയും കാണുന്നില്ലല്ലോ. അയാളെ തെറി വിളിക്കാൻ എന്താ അവകാശമാണ് ദിയാസനയ്ക്കുള്ളത്? ആരാണ് നിങ്ങൾ? ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരാളെ തെറി വിളിക്കാൻ നിങ്ങളാരാണ്? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറങ്ങിപ്പോവാം. ഇൻ്റർവ്യൂ ഇഷ്ടപ്പെട്ടില്ലേ, അതിനകത്ത് മോശമായ രീതിയിൽ എവിടെയും ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ദിയാസനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇൻ്റർവ്യൂ കണ്ടാൽ മനസ്സിലാവും. ഇന്ന് ദിയാസന വന്നിട്ട് സോറിയൊക്കെ പറഞ്ഞിട്ട് ആങ്കറിനെ കെട്ടിപ്പിടിക്കുന്ന ആ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് വന്നിട്ടുണ്ട്. അതല്ലല്ലോ നമ്മുടെ ഇവിടുത്തെ വിഷയം. പൊതുവെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, ഒരു സൈഡിലാണെങ്കിൽ ഭൂകമ്പം ഉണ്ടായേനെ. സ്ത്രീകളെ എന്തെങ്കിലും പറഞ്ഞായിരുന്നെങ്കിൽ ആ ആങ്കർ തിരിച്ച് ദിയാസനെ തെറി വിളിച്ചിരുന്നെങ്കിൽ ഭൂകമ്പം ഉണ്ടായേനെ. ഓപ്പോസിറ്റ് ഒരു ഫെമിനിസ്റ്റ് എന്ന അവകാശപ്പെടുന്ന, തുല്യതയ്ക്ക് വേണ്ടി വാദിക്കുന്ന ദിയാസനെ പോലൊരു വ്യക്തി ഓപ്പോസിറ്റുള്ള ജെൻഡറായിട്ടുള്ള ഒരു വ്യക്തിയെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് തെറി വിളിച്ച് ആക്ഷേപിച്ചിട്ട് പോവുക. ഒരു കുഴപ്പമില്ല. ഇത് ഇരട്ടത്തപ്പാണ്, നല്ല ഒന്നാം തരം ഇരട്ടത്തപ്പാണ്. ഈ സാധനം ഉണ്ടല്ലോ നല്ല കിടിലൻ ഇരട്ടത്തപ്പാണ്. ഫെമിനിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നെറ്റിയിൽ ഒട്ടിച്ച് നടന്നിട്ട് ലവനെ തെറി വിളിച്ചിട്ട് നൈസായിട്ട് ഇറങ്ങി പോവുക. ഭയങ്കര ഫെമിനിസ്റ്റ്. തുല്യത എന്നൊക്കെ പറയുന്നത് കേട്ടോ, സ്ത്രീയും പുരുഷനും ഒരേ അവകാശം എന്നൊക്കെ പറയും. ഒരു ചുക്കുമില്ല. നമുക്ക് മാത്രമേ എല്ലാ അവകാശവും, ലവനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും പറയാം എന്ന് പറയുന്ന ആ ലൈനുണ്ടല്ലോ, ആ ലൈനാണ് പ്രശ്നം. എവിടെ ഫെമിനിസ്റ്റുകളൊക്കെ എവിടെ? നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളാണ് പബ്ലിക്കായിട്ട് ഒരാളെ തെറി വിളിച്ചത്, ഓപ്പോസിറ്റ് ജെൻഡറിൽ വരുന്ന ഒരാളെ. പിന്നെ എല്ലാ അവകാശവും ഉണ്ടല്ലോ, നിയമം തരുന്ന എല്ലാ അവകാശവും ദുരുപയോഗം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലുള്ളതാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ പേരിൽ ഇതങ്ങ് പോയിക്കോളൂ. അതിട്ട് പേജ് കാണാം. ഞാൻ പറഞ്ഞത് കാര്യം മനസ്സിലായി, ഫോളോ ചെയ്യാം.